ത്തിൽ മുജാഹിദേതര സകല മതങ്ങളെയും പ്രത്യശാസ്ത്രങ്ങളെയും കുറിച്ച് അത്യന്തം സങ്കുചിതമായ കാഴ്ചപ്പാടുകളാണ് വെച്ചു പുലർത്തപ്പെടുന്നത്. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. പാഠം 7 മുജാഹിദ് മതത്തിലെ പരാക്രമണങ്ങൾ. തൗഹീദിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ട് രംഗത്തു വന്ന മുജാഹിദ് മതക്കാർക്ക് തങ്ങളുടെ വികലമായ വിശ്വാസാചാരങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ അതിനീചവും നികൃഷ്ടവുമായ പല തോന്നിവാസങ്ങളും കാണിക്കേണ്ടി വന്നു. ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ കുറെ ആലോചിച്ചു, അപ്പം അത് പറയാൻ തന്നെ വേണം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. എൻ്റെ അത്രയൊന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മാലിക്കുകളാക്കും. കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ, ഇങ്ങനെയുള്ള ജാറങ്ങൾ ലഅനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലഅനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. ഞാൻ ഒരു കാര്യം ഉറച്ചു പറയുന്നു, SSF, SSF, SKSSF, SYS ഇതിന്റെ മോളൊക്കെ കരിവാരി തേച്ചിട്ട് സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കും, അള്ളാഹുവിന്റെ വഴി സ്വീകരിക്കും. നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശി ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമായെ തള്ളുക, താജുൽ ഉലമായെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ശംസും ഖമറും നജുമും താജുകളും ഒക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയില്ല. പാഠം 8 മുജാഹിദ് മതത്തിലെ പെണ്ണ് കാണൽ. തല്ലുകൊള്ളാതെ പെണ്ണ് കെട്ടാൻ മുജാഹിദ് മതപ്രകാരം പ്രയാസമാണ്. അങ്ങനെ പെണ്ണ് കാണുമ്പോ വളരെ നേരത്തെ തന്നെ എന്തൊക്കെ ആലോചിക്കണോ? 10 കൊല്ലം ആടിന് മേക്കുക, അതാ മഹർ. ചിന്തിക്കണം എനിക്ക് കേട്ടോ. പക്ഷേ എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഭാര്യനെ സെലക്ട് ചെയ്യുന്നത് 1.5 മിനിറ്റ് കൊണ്ടാ. ഇങ്ങനെ ചിന്തിക്കണേ, പറയുന്നത് ശരിക്കും ചിന്തിക്കണോ. പെണ്ണ് കാണാൻ പോണ്ടേ? പോണം. നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മൽ ഒരു പെൺകുട്ടിയുണ്ട്, നാളെ മോളാ, ഡിഗ്രിക്കാ പഠിക്കണേ. ശരി, എന്നാ ഒന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പോൾ അവിടെ ഇരിക്കും കൊലായിൽ. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമിൽ കണ്ടോളി മേടിച്ചല്ലോ. എന്താ പേര്? ആമിന. എത്രയാ പഠിക്കുന്നത്? ഡിഗ്രിക്ക്. നേട്ടെ എത്ര? 1/2 മിനിറ്റ്. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്, ഇന്ന സ്ഥലത്താണ്. എന്തു വേണമെന്നറിയോ? യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കണാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക. അവളുടെ ബസ്സിലെ നിപ്പ്, ബസ്സിലെ ഇരുത്തം, ബസ്സിലെ പെരുമാറ്റം, ബസ്സിലെ അവളുടെ ബിഹേവിയർ, അവളുടെ മറ്റ് അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങൾ നിങ്ങൾ കാണും. ബസ് ഇറങ്ങിയിട്ട് അവൾ കോളേജിലേക്ക് പോകുന്നത് എങ്ങനെ? കോളേജിലെ കുട്ടികളോട് അവൾ എങ്ങനെ? കോളേജിലെ ടീച്ചേഴ്സിനോട് അവൾ എങ്ങനെ? പരിശോധിക്കണം.
കുട്ടിക്കാലത്ത് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പ്രിൻസിപ്പാളിനെ ഹെഡ് മാസ്റ്റർ ചെന്ന് കാണണം. മാഷേ, ഇന്ന ആളുടെ ഇന്ന മകള് ഇന്ന കാലത്ത് ഇന്ന രജിസ്ട്രേഷന്റെ കീഴിൽ ഇവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോ അവളുടെ കൂട്ടുകാരികളോട്, അവളുടെ കൂടെ പഠിച്ചവരോട്, അവളെ പഠിപ്പിച്ച ടീച്ചർമാരോട്, അവളുടെ നാട്ടുകാരോട്, അവളുടെ പിന്നാലെ അവളറിയാതെ അവളെ നിങ്ങൾ പരിശോധിക്കണം. പാഠം 9. മുജാഹിദ് മതത്തിലെ ആധുനിക നേതാക്കൾ. വേറെ ഒന്നും കണ്ടിട്ടല്ല. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ. ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. റോട്ടിലൂടെ എങ്ങനെ പോകുമ്പോ വിളിക്കുക, ബഷീറേ ഇന്നൊരു സെക്സ് പടം വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോവാ, ടിക്കറ്റ് ഞാൻ എടുത്തു തരും. അതിനെന്താടാ, ഇന്നലെ നിനക്ക് ഞാൻ എടുത്തു തന്നില്ല, ഇന്ന് ഞാൻ എടുത്തു തരും. അപ്പൊ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും ഈ പ്രസംഗം കേൾക്കുന്ന പോലെ സെക്സ് സിനിമ കാണുമ്പോ ഇയാളിൽ നിന്ന് ഇയാൾക്ക് എന്താ പിടിക്കാൻ? ഒരുപക്ഷെ അയാൾ ഒരു നല്ല മലയാള സിനിമ കാണാൻ പോകുന്നിടത്തുനിന്നായിരിക്കും മുസ്ലിമായോ സെക്സ് കാണാൻ വിളിച്ചുകൊണ്ടുപോവുക. പിന്നെ എന്താ മുസ്ലിമിൽ നിന്ന് അമുസ്ലിമിന് കിട്ടാൻ പുതിയതെന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ കാലത്ത്? ഈ വിഷയം വേണ്ടായിരുന്നു അല്ലേ? ഈ നമ്മളെ പറ്റിയാ പറഞ്ഞു തുടങ്ങി. അതെ, നമ്മളെ പറ്റിയാ പറയുന്നത്. A to Z, തുടക്കം മുതൽ ഒടുക്കം വരെ. തല അൽ ബദർ മൗലൂദിനെ, തല അൽ ബദർ മൗലൂദിനെ, തല അൽ ബദർ. മുജാഹിദ് പള്ളി എവിടാ കുറ്റാലേ? മുജാഹിദ് പള്ളി എവിടാ കുറ്റാലേ? മുജാഹിദ് പള്ളി എവിടാ കുറ്റാലേ? ഞാൻ മുജാഹിദാണ്. ചില ആൾക്കാർ നിങ്ങളെ വലിയ മുജാഹിദല്ലേ, നിങ്ങൾ മൂപ്പര് കണ്ടില്ലേ, മൂപ്പര് നാളെ വെള്ളടിച്ചല്ലോ. ഇതോ സയ്യിദുൽ ഖതീബ് വലൽ മിംബരി ലോ തകല്ലം മിൻ അഹദികും വമൻ തകല്ലമ ഫഖദ് ലഗോ. മറ്റോ വന്നിട്ട് ഇലാ ഹദ്റത്തിഹിൽ ഫാത്തിഹ വൽ അംബിയാ വസ്സുഹദാഇ വസ്സദ്ദീഖീൻ വസ്സാലിഹീൻ. ചൂടാണ് കുൽഫി അറിയാ. എടാ, ആളങ്ങനെ കാണുമ്പോ ചിലര് അസ്സലാമു അലൈക്കും അലൈക്കും സലാം, നിങ്ങളിപ്പോ അവിടെ ഞാൻ നിങ്ങളവിടെ എവിടെ നിർത്തേണ്ടത് ഒരു പുറത്തും ഉണ്ടാവില്ല. വലാനാബിദും മാപത്തും വലാ അൻതും ആബിദുന മാബുദ് നീട്ടിയൊക്കെ നോക്കിയാത്ത തേങ്ങ നായികിത്യമായി കുടുങ്ങി. ഏറ്റവും വലിയ ബോംബിന്റെ നാവ് നിങ്ങളൊക്കെ നിൽക്കണ അതുകൊണ്ടാ. എന്നൊരു കതിന് വെടി എന്നൊരു കതിന് വെടി. മാന്യ പ്രേക്ഷകരെ, ഇത്രയും നാം കണ്ടതും കേട്ടതും ഈ ബഹുവിചിത്രമായ മുജാഹിദ് മതത്തിന്റെ അതിനികൃഷ്ടമായ വാദഗതികളും വേദകൗതുകങ്ങളുമാണ്. കേവലം ജഡവൽക്കരിക്കപ്പെട്ട സൃഷ്ടാവിനെ പ്രതിഷ്ഠിക്കുകയും അപഹാസ്യനായ പ്രവാചകനെ സമർപ്പിക്കുകയും ആധ്യാത്മിക ജ്ഞാന ജ്യോതിസുകളെ 4ാം കിട പൊട്ടവിദ്യകളിലൂടെ കരിവാരിത്തേക്കുകയും ചെയ്യുന്ന ഈ അനിതര സാമ്പ്രദായികമായ മതമെഴുന്നള്ളിപ്പിനെ നാം തിരിച്ചറിയുക. ഇസ്ലാം മതത്തിന്റെ നിരവധി പള്ളികൾ മുസ്ലിം വേഷം കെട്ടി തട്ടിയെടുക്കുകയും നിരവധി മഹാത്മാക്കളുടെ മക്ബറകളും മസാറുകളും തല്ലിത്തരിപ്പണമാക്കുകയും ചെയ്ത് നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഈ വഞ്ചകരുടെ തട്ടുതകർപ്പൻ തിട്ടൂരങ്ങളെ ചീട്ടുകൊട്ടാരം കണക്കെ തകർത്തെറിയുന്ന ഈ ചരിത്ര സഞ്ചാരത്തിൽ നിങ്ങളും അണിചേരുക. വെറുക്കപ്പെട്ട മുജാഹിദ് മതം തുലയട്ടെ, മാനവികതയുടെ ഇസ്ലാം മതം നീണാൾ വാഴട്ടെ, അതിജയിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രവാചക പരിഹാസത്തിന്റെ 4ാം കിട ചൊട്ടുവിദ്യകളുമായി ഊരു ചുറ്റിയ മുജാഹിദ് മത പുരോഹിതന്മാർക്ക് വായടപ്പിന് മറുപടിയുമായി സുന്നി പണ്ഡിതർ നടത്തിയ ക്ലിപ്പിംഗ് സഹിത ഗണന പ്രഭാഷണങ്ങളുടെ അമൂല്യ സമാഹാരം പടയോട്ടം വീഡിയോ ഡോക്യുമെന്ററി 2ാം ഭാഗം ഏറ്റവും പുതിയ ക്ലിപ്പുകളോടെ ഉടൻ പുറത്തിറങ്ങുന്നു.